ചോരിയിൽ രാഹുൽ ഗാന്ധിയുടെ അടുത്ത വെളിപ്പെടുത്തൽ എന്താണ്? ഇത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതേസമയം രാഹുൽ ഗാന്ധി ഇനി നടത്താനിരിക്കുന്ന വെളിപ്പെടുത്തലിനെ സംബന്ധിച്ച് ആശങ്കയിലും അങ്കലാപ്പിലുമാണ് BJP നേതൃത്വവും ഒപ്പം തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും. ഇതിനോടകം 2 വാർത്താ സമ്മേളനങ്ങളാണ് രാഹുൽ ഗാന്ധി വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ആദ്യത്തേത് ഓഗസ്റ്റ് ആദ്യമായിരുന്നു. അന്ന് ഏത് തരത്തിലാണ് രാജ്യത്താകെ വോട്ട് മോഷണം നടക്കുന്നത്, അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂട്ടുപിടിച്ച് BJP ആണ് ഇത്തരത്തിൽ വോട്ട് മോഷണം നടക്കുന്നത്. അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എല്ലാവിധ ഒത്താശകളും ചെയ്യുന്നു എന്നതാണ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. 2 ദിവസം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കുറച്ചുകൂടി കടന്ന ഒരു ആക്രമണം അല്ലെങ്കിൽ വിമർശനങ്ങൾ, തെളിവുകൾ നിരത്തിയുള്ള ചില വാദങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. അത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായ ജ്ഞാനേഷ് കുമാറിനെതിരായിരുന്നു. അദ്ദേഹം ഈ വോട്ട് ചോരിയെയും എല്ലാ തരത്തിലുള്ള ക്രമക്കേടുകളെയും അദ്ദേഹം പിന്തുണയ്ക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംരക്ഷണം ഉണ്ടാകുന്നു എന്നതാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം. രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും പറഞ്ഞത്, ആദ്യത്തെ വാർത്താ സമ്മേളനത്തിൽ വോട്ട് മോഷണമായിരുന്നുവെങ്കിൽ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിൽ എങ്ങനെ ഒരു മണ്ഡലത്തിലെ അല്ലെങ്കിൽ ഒരു വോട്ടർ പട്ടികയിൽ നിന്നും വോട്ടർമാരെ നീക്കം ചെയ്യുന്നു എന്നത് തെളിവ് സഹിതം വ്യക്തമാക്കുകയായിരുന്നു. ഇത് ജ്ഞാനേഷ് കുമാർ ഇതിന് മറുപടി പറയണം എന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. അതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില മറുപടികൾ നൽകിയെങ്കിലും അതൊന്നും രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾക്കുള്ള മറുപടി ആയിരുന്നില്ല, അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾക്കുള്ള മറുപടി ആയിരുന്നില്ല. മറിച്ച് ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയായിരുന്നു. വാസ്തവവിരുദ്ധമായ ചില കാര്യങ്ങൾ പറഞ്ഞ് അതിൽ നിന്നും ഒരു പുകമറ സൃഷ്ടിക്കുക അല്ലെങ്കിൽ അതിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു നീക്കമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തും ഉണ്ടായത്. അതേസമയം രാഹുൽ ഗാന്ധി തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ വാർത്താ സമ്മേളനം നടത്തി കഴിഞ്ഞതോടുകൂടി കേന്ദ്ര BJP നേതൃത്വം വലിയ ആശങ്കയിലാണ്, അങ്കലാപ്പിലാണ്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വശത്ത് ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ മറുവശത്ത് നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും ഒക്കെ തന്നെ വലിയ ആശങ്കയിലാണ്. ഇനി അടുത്തത് എന്താണ് വരാൻ പോകുന്നത് എന്നൊരു ആശങ്ക എല്ലാവർക്കുമുണ്ട്. ഈ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ പതിവിന് വിപരീതമായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ രംഗത്ത് വന്നു. രാഹുൽ ഗാന്ധി പച്ചക്കള്ളമാണ് പറയുന്നത് എന്നൊക്കെയുള്ള ചില വാദഗതികളാണ് അമിത്ഷാ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജൻ ബോംബ് അത് എപ്പോൾ വരുമെന്ന ഒരു ആകാംക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം കേരളത്തിലുണ്ടായിരുന്നു. കേരളത്തിലെ വയനാട് അദ്ദേഹത്തിന്റെ മുൻ ലോക്സഭാ മണ്ഡലമാണ്. അവിടെ അദ്ദേഹം എത്തിയ അദ്ദേഹത്തിന്റെ മാതാവ് രാജ്യസഭാംഗമായ സോണിയാഗാന്ധി, ഒപ്പം തന്നെ സഹോദരിയും നിലവിലെ വയനാട് MP പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഉണ്ടായിരുന്നു. അന്ന് ആ സമയത്ത് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞത് ഒരു ഹൈഡ്രജൻ ബോംബ് അത് ഉടനെ തന്നെ വരുന്നുണ്ട്, അത് പൊട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടും, എങ്ങനെയാണ് എത്രത്തോളമാണ് അതിൻ്റെ ഒരു ഗ്രാവിറ്റി എന്നത് എല്ലാവർക്കും ബോധ്യപ്പെടും എന്ന് അദ്ദേഹം പറയുകയുണ്ടായപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഹൈഡ്രജൻ ബോംബ് ആരെക്കുറിച്ചാണ്, എവിടെ, ഏത് മണ്ഡലത്തെക്കുറിച്ചാണ് എന്നുള്ള അഭ്യൂഹങ്ങൾ, സംശയങ്ങൾ അല്ലെങ്കിൽ പരസ്പര ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. അതെന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമായ വാരാണസിയെക്കുറിച്ചാണ് എന്ന ഏതാണ്ടുള്ള സൂചനകളൊക്കെ തന്നെ ഉത്തർപ്രദേശ് PCC ഘടകം വ്യക്തമാക്കുന്നുണ്ട്. അവിടെ പറയുന്ന പോലെ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വാരാണസി മണ്ഡലത്തിൽ നിന്നും ഏതാണ്ട് 1.5 ലക്ഷം വോട്ടുകൾക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയിച്ചു കയറിയത്. അവിടെ ആ വോട്ടെണ്ണൽ ദിനത്തിൽ തുടക്കം മുതൽ ആദ്യത്തെ ഏതാണ്ട് 2 മണിക്കൂർ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അജയ് റായ് മുന്നിട്ട് നിൽക്കുകയായിരുന്നു. അദ്ദേഹം ലീഡ് ചെയ്തതിന് ശേഷമാണ് ഇടയ്ക്ക് ഈ വോട്ടെണ്ണൽ നിർത്തിവെക്കുന്നു. പിന്നീട് അവിടെ നിന്നുമുള്ള വിവരങ്ങളൊന്നും തന്നെ ഇല്ലാതെയാകുന്നു. പിന്നീട് വോട്ടെണ്ണൽ പുരോഗമിച്ച് അവിടുത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പുറത്തു വരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലീഡ് ചെയ്യുന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ കണ്ടു. പിന്നാലെ അദ്ദേഹം വിജയിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതുകൊണ്ട് തന്നെ അവിടെ എന്തൊക്കെയോ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്നത് അന്ന് തന്നെ വ്യക്തമായിരുന്നു. അതിൻ്റെ കണക്കുകൾ സഹിതം, തെളിവുകൾ സഹിതമുള്ള കണക്കുകൾ പുറത്തുവിടാനാണ് രാഹുൽ ഗാന്ധി ഇരിക്കുന്നത്. അതാണ് ഒരു ഹൈഡ്രജൻ ബോംബ് എന്ന ഒരു സൂചന ഇപ്പോൾ ഉത്തർപ്രദേശിലെ കോൺഗ്രസ് ഘടകത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മാധ്യമ വാർത്തകളാണ് പുറത്തു വരുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ നീക്കങ്ങളിൽ ഇപ്പോൾ പകച്ചു നിൽക്കുകയാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒപ്പം തന്നെ BJP കേന്ദ്ര നേതൃത്വവും. അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അൺപ്രിഡിക്റ്റബിൾ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ നേതാവ്, രാഹുൽ ഗാന്ധിയിലെ രാഷ്ട്രീയ നേതാവ് വളർന്നിരിക്കുന്നു എന്നത് BJPയെ തെല്ലൊന്നുമല്ല ആകുലപ്പെടുത്തുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ രാഹുൽ ഗാന്ധിയെ പപ്പുമൊന്നും ഒക്കെ വിളിച്ച് അദ്ദേഹം ഒരു പക്വതയില്ലാത്ത രാഷ്ട്രീയ നേതാവാണ് എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചിരുന്ന BJP ഇപ്പോൾ അദ്ദേഹത്തെ
വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു. അദ്ദേഹത്തിന്റെ ഓരോ നീക്കങ്ങളും ചടുലമാണ്. അദ്ദേഹത്തിന്റെ നീക്കങ്ങളൊക്കെ തന്നെയും അതൊക്കെ തന്നെ വീക്ഷിക്കുന്നു. അദ്ദേഹത്തെ ഗൗരവത്തിലെടുത്തിരിക്കുന്നു. അദ്ദേഹം പറയുന്ന വാക്കുകൾ ഒക്കെ തന്നെ അതിനൊക്കെ തന്നെ ഇപ്പോൾ വ്യക്തമായ മറുപടി നൽകാൻ, അല്ലെങ്കിൽ ഓരോ അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും മറുപടി നൽകാനുള്ള ഒരു വ്യഗ്രത ഇപ്പോൾ BJP നേതൃത്വത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു മാറ്റം വലിയ ഒരു മാറ്റമാണ്. അത് വളരെ പ്രകടവുമാണ്. ഇക്കഴിഞ്ഞ രണ്ട് ഈ വാർത്താ സമ്മേളനങ്ങളും അദ്ദേഹത്തിലെ രാഷ്ട്രീയക്കാരൻ എത്രത്തോളം പക്വമായിരിക്കുന്നു, അല്ലെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തെ പരുവപ്പെടുത്തിയിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നതാണ്. ഇതുകൊണ്ട് 2-2.5 മണിക്കൂറോളം നീളുന്ന വാർത്താ സമ്മേളനങ്ങൾ, അതിൽ പവർ പോയിന്റ് പ്രസന്റേഷൻ, താൻ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് കൃത്യവും വ്യക്തവുമായിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്. എല്ലാം പറഞ്ഞതിന് ശേഷം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാൻ അദ്ദേഹം സന്നദ്ധമായിട്ട് അവിടെ നിൽക്കുന്നു. അതിൽ നിന്നും ഒളിച്ചോട്ടമൊന്നുമില്ല. ഏത് ചോദ്യങ്ങളും അദ്ദേഹം ഏറ്റെടുക്കുന്നുണ്ട്. ഏത് ചോദ്യങ്ങൾക്കും അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. കഴിഞ്ഞ രണ്ടാമത്തെ വാർത്താ സമ്മേളനത്തിലും സമാനമായ രീതിയിലാണ് അദ്ദേഹം അത് നടത്തിയത്. അപ്പോൾ തന്നെ ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ ഒരു മാറ്റം വന്ന, ഒരു ഇരുത്തം വന്ന ഒരു രാഷ്ട്രീയ നേതാവായിട്ട് രാഹുൽ ഗാന്ധി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങളൊക്കെ തന്നെ ഇത്തരത്തിലൊരു പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെയൊക്കെ തന്നെ ഒരു വാർത്താ സമ്മേളനം 2.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വാർത്താ സമ്മേളനം സംഘടിപ്പിക്കുക ഒക്കെ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും ആകുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഇനി എത്ര തവണ 25 വർഷം 50 വർഷം പ്രധാനമന്ത്രിയായിട്ട് ഇരുന്നാൽ പോലും ഇത്തരത്തിൽ ഒരു വാർത്താ സമ്മേളനം, മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു വാർത്താ സമ്മേളനം അദ്ദേഹം നടത്തുമോ എന്ന ചോദ്യം BJPക്കകത്ത് തന്നെ ഉയരുന്നുണ്ട്. അതിന് ഇല്ല എന്ന് തന്നെയാണ് മറുപടി. അത്തരത്തിൽ രാഹുൽ ഗാന്ധി വളർന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ വളർന്നിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇനിയിപ്പോൾ എന്ത് ആരോപണമാണ് ഉന്നയിക്കാൻ പോകുന്നത്, ഏത് തരത്തിലുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറയാൻ പോകുന്നത് എന്നതൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി ആകാംക്ഷയുടെ BJP നേതൃത്വം നോക്കിക്കാണുകയാണ്. എന്തായാലും മോദിക്കെതിരായിട്ടാണ് അടുത്ത ഒരു ബോംബ്, ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധി പൊട്ടിക്കാൻ പോകുന്നത് എന്നത് BJP ക്യാമ്പിനുള്ളിൽ തന്നെ വലിയ ഒരു ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ ഈ കഴിഞ്ഞ 2 ആരോപണങ്ങളും, വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട 2 ആരോപണങ്ങളും രാജ്യം ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. യുവത, ഇന്ത്യയിലെ യുവത ഒന്നടങ്കം ഏറ്റെടുത്തിരിക്കുന്നു. അവർ അതിൽ കാര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നരേന്ദ്രമോദിക്കെതിരായിട്ടൊരു വെളിപ്പെടുത്തൽ വരുമ്പോൾ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു വെളിപ്പെടുത്തൽ വരുമ്പോൾ അത് അദ്ദേഹത്തിലും BJPയിലുമുള്ള വിശ്വാസ്യത എത്രത്തോളം ജനങ്ങൾക്കിടയിൽ കുറയും എന്ന ഒരു ആശങ്ക ഈ പറയുന്നത് പോലെ BJP നേതൃത്വത്തിനുണ്ട്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഹൈഡ്രജൻ ബോംബിനായിട്ട് കാത്തിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയം. അതേസമയം തന്നെ എന്താണ് രാഹുൽ ഗാന്ധി പറയാൻ പോകുന്നത്, ഏതൊക്കെ വെളിപ്പെടുത്തലുകളാണ്, ഏതൊക്കെ തെളിവുകളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിടാൻ പോകുന്നത് എന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും ഒപ്പം തന്നെ BJP കേന്ദ്ര നേതൃത്വത്തെയും ചെറുതല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തുന്നുമുണ്ട്.